ഫേസ് ഷേപ്പ് ഒക്കെ നല്ല ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് ഉള്ള ഒരു സംഭവമാണ്. ഫേസ് ലെവലിലൊക്കെ വരുമ്പോൾ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് പല റേഞ്ച് 250 ഇത് 6 ഇഞ്ചിന്റെ ആണ് 300 ആ റേഞ്ച്. പിന്നെ ചെറുതുണ്ട് അതിന്റെ 3 ഇഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് നമ്മുടെ ചെറിയൊരു മോഡലാണ് 5 ഇഞ്ചിന്റെ ഫേസ് തന്നെ. ഇത് വേറെ ഇതിന്റെയും ചെറുതുണ്ട്. ഇപ്പോൾ ഒരു ഫോട്ടോ ആയിട്ടുണ്ട്. ചെറിയൊരു ഹീറ്റിങ്ങിൻ്റെതായിട്ടുള്ള ചെറിയ ചൂടുണ്ടാവും. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ഈ നാരൊക്കെ ഫുള്ള് കളഞ്ഞ് ഇതിന് റബ്ബൊക്കെ ചെയ്ത് പിന്നെ ഇതിനകത്തോട്ട് പെയിന്റ് അടിക്കും. അപ്പോൾ ഇതുമാതിരത്തെ ഒരു പോട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നേരം എടുക്കും? ഇതിപ്പോൾ 6 മണിക്കൂർ എടുക്കും. അല്ല, അത് ഹൈറ്റ് ഇതിനനുസരിച്ചാണ്, വലിപ്പത്തിനനുസരിച്ചാണ്. നമുക്ക് മാക്സിമം 8 ഇഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഫുള്ള് കമ്പ്യൂട്ടർ ചെയ്യുന്നു. മനുഷ്യന്റെ കൈ തൊടുന്നത് പെയിന്റിങ്ങിന് മാത്രം. ഹാൻഡ് പെയിന്റിംഗ് തന്നെയാണ്. ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ, ബാക്കിയെല്ലാം മെഷീനറീസ് ആണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഫ്ലവർ പോട്ട് അല്ലേ? അതെ അതെ. ഓ, പേരെന്തായാലും കൊള്ളാട്ടോ. കാലം ഇതാരെ കണ്ടുപിടിച്ച പേര്? നമ്മൾ തന്നെ. നമസ്കാരം. ഇതുണ്ടോ, തീരെ വെയിറ്റ് ഇല്ലാത്ത ചട്ടികളാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് വേസ്റ്റ് ഉണ്ടാക്കുന്ന ചട്ടികളാണ്. ഇതുണ്ടോ ഇവിടെ ബോർഡ് കണ്ടോ, കലം. ഒരു പേരും കലം തന്നെയാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് 3D പ്രിന്റിങ് വഴി ചെടിച്ചട്ടികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മൂവാറ്റുപുഴയാണ് കേട്ടോ സ്ഥലം. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ആന്റണിയും സെബിനും 2 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിക്കുന്ന ഒരു സംരംഭമാണത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തന്നെ ഒട്ടും വെയിറ്റില്ല ഈ ചട്ടിക്ക്. നമുക്ക് ആ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ മറ്റുള്ള ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണാം. മെഷീനറി ഉണ്ട് കേട്ടോ അത്. വാ സെബിൻ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പരിപാടി അല്ലേ? അതെ അതെ. എന്താണ് അതൊന്ന് പറഞ്ഞേ? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ AC, റിമോട്ട്, കീബോർഡ്, മൗസ്, അതായത് കമ്പ്യൂട്ടർ വേസ്റ്റ് ആണ് ആക്ച്വലി. അത് നമ്മൾ ക്രഷ് ചെയ്ത് ഗ്രാനുവൽസ് ആക്കി ഫിലമെന്റ്സ് ആക്കി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ക്രഷ് ചെയ്യണതും ഒക്കെ ഇവിടെ തന്നെ പ്രോസസ്സ്? അതെ അതെ, എല്ലായിടത്തും നമ്മൾ ക്രഷ് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെയല്ല. ക്രഷ് ചെയ്ത് നമ്മൾ ഗ്രാനുവൽസ് കോയമ്പത്തൂരിൽ നിന്ന് മേടിക്കുകയാണ്. അപ്പോൾ പല രീതിയിൽ 3D പ്രിന്റിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. കുറെ കാലമായി നമ്മുടെ ലോകത്ത് വന്നിട്ട് ആ ടെക്നോളജി. പക്ഷെ ഇന്ത്യയിലോട്ട് കയറിയിട്ട് വളരെ കുറച്ച് കാലമായുള്ളൂ. അത് വെച്ച് ചെയ്യുന്നത് കുറെ എന്താ പറയുക, നമ്മുടെ 3D പ്ലാനുകളൊക്കെ ഉണ്ട്. നമ്മുടെ വീടുകളുടെ പ്ലാനൊക്കെ ഇപ്പൊ 3D ആണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു വീട് പണിയാൻ നേരത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ തരാം. അതെ, അതായത് ഇങ്ങനെ ഇരിക്കും നിങ്ങളുടെ വീട് പണിത് കഴിഞ്ഞാൽ എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ അത് ഇപ്പൊ 3Dയിലോട്ട് മാറി ഒരു വീട് കൈ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3Dയിൽ. ഇപ്പൊ 3D കഴിഞ്ഞ് 4Dയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 3D പ്രിന്റിംഗ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്തുകൂടാ എന്നുള്ളൊരു ആശയത്തിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് കിടക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോട്ടുകൾ. അപ്പോൾ ഏത് ഡിസൈൻ തന്നാലും നിങ്ങൾ ചെയ്തു തരും? നമുക്ക് അങ്ങനെയില്ല. നമുക്ക് ഏകദേശം 100 ഡിസൈൻ ഉണ്ട്. 100 ഡിസൈൻ തന്നെ കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. അതായത് ഇതിന്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ്? ഇത് ലാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് നമ്മൾ നല്ലോണം ലാസ്റ്റ് ചെയ്യും. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കസേര അല്ലെങ്കിൽ എന്താ പറയുക ബക്കറ്റ് അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വെള്ളമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ പോട്ടാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് പോട്ടാണെങ്കിൽ തന്നെ വെള്ളമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഒരു എന്താ പറയുക ഒരു ഈർപ്പം തട്ടിയിട്ട് അത് പൊടിഞ്ഞു തുടങ്ങാൻ തുടങ്ങും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കസേര എടുത്താൽ തന്നെ ഇത് കുറേ നാളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. ഇതിങ്ങനെ പൊടിഞ്ഞ് നമുക്കൊരു പൊടിയായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും. അത്യാവശ്യം ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു തുടങ്ങും. നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഡ്യൂറബിൾ ABS ആണ് യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ലാസ്റ്റിംഗ് കിട്ടും. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതായത് ഫുള്ള് കമ്പ്യൂട്ടർ ചെയ്യുന്നു, മനുഷ്യന്റെ കൈ തൊടുന്നത് പെയിന്റിങ്ങിന് മാത്രം. പിന്നെ നമ്മളിത് റബ്ബ് ചെയ്ത് കൈ കൊണ്ട് തന്നെയാണ് പെയിന്റ് അടിക്കുന്നത്. ഹാൻഡ് പെയിന്റിംഗ് തന്നെയാണ്. ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ, ബാക്കിയെല്ലാം മെഷീനറീസ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പുതിയതായിട്ടൊരു പ്ലാസ്റ്റിക് ലോകത്തോട്ട് കൊടുക്കുന്നില്ല. ഉള്ള പ്ലാസ്റ്റിക്കിനെ വീണ്ടും നമ്മൾ അതായത് എക്കോ ഫ്രണ്ട്ലി ആണ്. അതെ, എക്കോ ഫ്രണ്ട്ലി ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. പ്രൊഡക്ട്സ് ആണ്. ഇതെന്താ ഈ പാക്ക് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് കയറി പോകേണ്ട ഓർഡറാണ്. ഏകദേശം 400 പീസ് ഉണ്ട് ഓർഡർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ അവർ തരുന്നതാ നിങ്ങൾ കൊടുക്കുന്നതാ? ഇല്ല, നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഡിസൈൻസ് നമ്മൾ ഇത് ഇങ്ങനെയാണ് റോ മെറ്റീരിയൽ വരിക. ഇതാണ് റോ മെറ്റീരിയലിന്റെ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പല ഇതുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് ഗ്യാപ്സ് എല്ലാം ഫില്ല് ചെയ്ത് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത്
നമ്മൾ പെയിന്റിങ്ങിലോട്ട് കടക്കും. ഒട്ടും വെയിറ്റ് ഇല്ല സാധനത്തിന് അല്ലേ? അതെ, തീരെ വെയിറ്റ് ഇല്ല. തീരെ വെയിറ്റ്ലെസ് ആണ്. ഇപ്പൊ കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചട്ടികളും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എടുത്ത് പൊക്കാനൊരു സുഖമുണ്ട്. ഏറ്റവും മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ തന്നെയാണ്. ഡിസൈനിലാണ് ഇതിന്റെ കാര്യം മൊത്തം ഇരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാം. നല്ലൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ റീറ്റെയിൽ ഹോൾസെയിൽ എങ്ങനെയാണ് ചെയ്യണത്? ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. മിനിമം എത്ര ക്വാണ്ടിറ്റി എടുക്കാം? ഹോൾസെയിൽ ആണ്. റീറ്റെയിലൊക്കെ ആകുമ്പോൾ 5 പീസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് കൊടുക്കാം. ഹോൾസെയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു മിനിമം കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. പല റേറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. എങ്ങനെ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ പല റേറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതാണ് നമുക്കൊരു 300 രൂപ. അത്രേ ഉള്ളൂ അല്ലേ? 6 ഇഞ്ച് 300-350. ഇൻഡോർ ഒക്കെ ആയിട്ട് വെക്കാൻ. ഇൻഡോർ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഇൻഡോർ പ്രിഫർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നുണ്ട്. വെയിലത്തും കുഴപ്പമില്ലാന്നുള്ളൂ. ഇത് ഇവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. യൂസ് ചെയ്യുന്ന എല്ലാം ഓട്ടോമാറ്റിക് പെയിന്റ്സ് ആണ്. കാറിന് ബൈക്കിനൊക്കെ അടിക്കുന്ന പെയിന്റ്. ഓ ശരി. അപ്പോൾ അത് നമ്മൾ ഹാൻഡ് പെയിന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിരിക്കും. ഇതാണ് ഇത് ഫിലമെന്റ്സ് ആണ്. നമുക്ക് അകത്ത് കയറി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് ഫാക്ടറിയിലോട്ട് പോലെ. നിങ്ങളെ മറ്റാളെ പേരെന്താ? ആളുടെ പേര് ആന്റണി എന്നാണ്. അപ്പൊ ഇതാണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇതിന്റെ സ്മെല്ലാണ് വരുന്നത് ചെറുതായിട്ട്. ചെറിയൊരു സ്മെല്ലുണ്ട്. പക്ഷെ ഹാർംഫുൾ ആയിട്ടുള്ള ഇതല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റോ മെറ്റീരിയൽ ക്രഷ് ചെയ്തിട്ട് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്ന സാധനമാണ്. ഇങ്ങനെയാണ് നമുക്ക് റോ മെറ്റീരിയൽ ചാക്ക്. ഇങ്ങനത്തെ ചാക്കിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. ഇപ്പൊ ഡീഹൈഡ്രേഷൻ പ്രോസസ്സാണിത്. അതായത് നമ്മൾ ഇതിൻ്റെ അത് ചെറിയ വേപ്പർ വാട്ടർ സബ്സ്റ്റൻസ് ഉണ്ടാവും. അതൊരു ഡിഗ്രിയിൽ വെച്ചിട്ട് അത് വലിച്ചെടുക്കും. അതാണ് ഈ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ ഒരു മെഷീനിലോട്ട് നമ്മൾ അരി കൊടുക്കുന്ന പോലെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. മെഷീൻ ഓണാക്കി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം കോയിലായിട്ട് വരും. അതാണ് ഈ സാധനം. അതെ, അതാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഫിലമെന്റ്സ് ആക്കിയിട്ട് നമ്മൾ എടുക്കും. ഇത് കോയിലായിട്ട് എടുത്ത് ഇത് ചൂടാണ്, നല്ല കോയിലാണ്. നല്ല പഴുത്ത് വരുമ്പോഴത്തേക്ക് ഇത് ഒരു ഡിഗ്രിയിൽ വെള്ളം ടച്ച് ചെയ്യുമ്പോൾ ഈ സാധനം ഹാർഡാവും. വെള്ളം ടച്ച് ചെയ്യുമ്പോൾ ഇത് ഹാർഡായിട്ട് നേരെ ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ റോളുകളായിട്ട് ഇങ്ങനെ പിടിപ്പിക്കും. അതിങ്ങനെ കറങ്ങി ഈ ഒരു ഇതിലോട്ട് വന്ന് ഇതിലോട്ട് റോളിലോട്ട് കയറി കറങ്ങി വന്ന് ഇതിങ്ങനെ റോളായി ചുറ്റി എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം എടുത്തതിന് ശേഷം നമ്മുടെ 3D പ്രിന്ററിലോട്ട് ഇവിടെയാണ് കമ്പ്യൂട്ടറിന്റെ പരിപാടി അല്ലേ? അതെ, ഇതാണ് നമ്മുടെ ഓരോ ഡിസൈനിന് ഓരോ കോഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു മൈക്രോ SD കാർഡാണ് ഉള്ളത്. മൈക്രോ SD കാർഡ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻപുട്ട് ഏതാണോ അത് ആ ഡിസൈൻ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് 0% കാണുന്നത്. നേരെ മറിച്ച് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, വളരെ സ്ലോ പ്രോസസ്സാണ്. കാരണം ഒരു ഇഞ്ച് ഉണ്ടാക്കാൻ 1 മണിക്കൂർ എടുക്കും. അതൊരു 6 ഇഞ്ചിന്റെ പോട്ട് ഉണ്ടാക്കാൻ 6 മണിക്കൂർ എടുക്കും. ഇതിപ്പോ നമുക്ക് കാണാൻ 21% ആയിട്ടുണ്ട്. 21% 100% ആകുമ്പോൾ ഇത് തന്നെ തള്ളി മെഷീൻ. ഫുൾ ഓട്ടോമാറ്റിക് ആണ്. അതെ, നമുക്ക് ഒന്നും എടുക്കേണ്ട സാധനം എടുക്കുക, പിന്നെ അത് ട്രീറ്റ് ചെയ്യുക, പെയിന്റ് ചെയ്യുക, അത്ര മാത്രമേ വരുന്നുള്ളൂ. പല രീതിയിലുള്ള പല ഡിസൈൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോ ഡിസൈനും ഒരാഴ്ചകളോ? അങ്ങനെയല്ല, ഏത് മെഷീനിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും. നമ്മളിത് ഇങ്ങനെ ഇതാക്കി നല്ല സ്ലോ പ്രോസസ്സാണ്. ആളുകൾ ചിന്തിക്കാൻ നേരത്ത് എന്താ പറയാ, ഇത് എന്താണ് ഇത്ര സമയമാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. കറണ്ടും സംഭവങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കറണ്ട് നല്ല വലിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. നമ്മൾ മാക്സിമം ഏറ്റവും ബെസ്റ്റ് റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണ 3D പ്രിന്റിംഗ് പോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 ഇഞ്ചിന്റെ പോട്ടിനൊക്കെ 2000 രൂപ 3000 രൂപ ആ റേഞ്ചാണ്. നമ്മൾ നേരെ 10 ഇരട്ടി താഴെയാണ് നമ്മൾ കൊടുക്കുന്നത്. 200 300 പല റേഞ്ചിനുണ്ട്. ആണ് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ. ഒരാള് നിൽക്കണമെന്നില്ല അല്ലേ? ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ വർക്കും നടന്നോളൂ. ക്യാമറയുണ്ട്, നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ വേണമെങ്കിൽ നോക്കാം എന്തായി പ്രോഗ്രസ് എന്നുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് കൂടുതൽ ചെയ്യുന്നത് നമ്മൾ പ്രോസസ്സ്. നമുക്കിപ്പോൾ ഇത്ര നമ്മൾ ഒരു പ്രിന്ററിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോസസ്സാണ്. അത്യാവശ്യം 1 വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ സ്കെയിലായി നല്ല ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നതും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കമ്പ്യൂട്ടർ അവിടെ ഫിറ്റ് ചെയ്തത് നമ്മൾ ഓൾറെഡി ഡിസൈൻ എടുത്ത് വെച്ചേക്കാണ്. അത് നമ്മൾ ജസ്റ്റ് ഡെസ്കിലാക്കി നമ്മളോട് കൊടുത്താൽ മതി. വേറെ അങ്ങനെ ഇതൊന്നുമില്ല. സിസ്റ്റത്തിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോവാണ്. അത്രേ ഉള്ളൂ. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ മറ്റേ ഫോട്ടോസ് ഒക്കെ ഇടില്ലേ, നമ്മുടെ ഇതിന്റെ ഫയൽ നെയിം STL എന്ന് പറഞ്ഞൊരു ഫയലാണ്. ആ ഫയൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കാൻ നേരത്ത് പ്രിന്റിംഗ് സ്റ്റാർട്ട് ആവും. ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു ഫോട്ടോയായി വന്നിരിക്കുന്നത്. ഇത് വലുതാണല്ലോ. 95% ഇനി ഒരു 5% കൂടെ ആയിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോ റെഡിയാവും.
ഓ, അപ്പോൾ ഇതെടുത്തിട്ട് പിന്നെ പെയിന്റിങ്ങിന് സമയം എടുക്കും. ഇത് ഇനിയിപ്പോൾ കുറച്ച് ഇവിടെയൊക്കെ നൂലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറച്ച് കളഞ്ഞ് കുറച്ച് റബ്ബ് ചെയ്ത് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഹാൻഡ് പെയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓ ശരി, അങ്ങനെയാണ് സംഭവം. ഇതിപ്പോൾ ഏകദേശം 95% ആകുമ്പോൾ തന്നെ തള്ളി വരും. 3 ഇഞ്ച് തൊട്ട് 8 ഇഞ്ച് വരെയാണ് നമ്മുടെ സൈസുകൾ വരുന്നത്. പല രീതിയിൽ നമുക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ കസ്റ്റമർ ഒരു ഡിസൈൻ തരണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല. സിസ്റ്റത്തിൽ ഇടാൻ നേരത്ത് ഗ്യാപ്സ് ഉണ്ടാവാൻ പാടില്ല. സോ നമുക്കൊരു 100 ഡിസൈൻ ഉണ്ട്, അതിൽ നിന്ന് തന്നെ കൺഫ്യൂഷൻ ആണ് ഇത് ചൂസ് ചെയ്യാന്നുള്ളത്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ്, എല്ലാം കോംപ്ലക്സ് ഡിസൈൻസ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് ആണ് കൂടുതലും പ്ലാസ്റ്റിക്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 സെക്കൻഡ് മതി ഒരു ചട്ടി ഉണ്ടാക്കാൻ, ഒരു പ്ലാസ്റ്റിക് പോട്ട് ഉണ്ടാക്കാൻ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഒരു 8 ഇഞ്ചിന്റെ പോട്ടൊക്കെ 8 മണിക്കൂർ എടുക്കും. ഓ ശരി. പല രീതിയിലുള്ള മനുഷ്യന്റെ തലയൊക്കെ അതെ അതെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുന്നതാണ്. പല പല മോഡൽസ് ഉണ്ട്, പല ഡിസൈൻസ് ഉണ്ട് നമുക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇമ്പോർട്ട് പോകേണ്ട ഒരു ബോക്സുകൾ കാണിക്കുന്നത്, ഓസ്ട്രേലിയയിലോട്ട് കയറി പോകേണ്ട സാധനം. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എക്സ്പോർട്ടിംഗ് നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അതും നോക്കാവുന്നതാണ്. എങ്ങനെ ശരിക്കും ഈ ഫീൽഡിലോട്ട് വന്നത്? ഇത് ആക്ച്വലി എൻ്റെ പാട്ടാനുണ്ട്, ആളിപ്പോൾ ഒരു സ്ഥലം വരെ പോയേക്കുക. അവൻ ഇറ്റലിയിലാണ് പഠിച്ചത്. അപ്പോൾ ആള് അവിടെ നിന്ന് കിട്ടിയൊരു നോളജ് ആണ്. ബേസിക്കലി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു വന്നതാണ്. ഞാൻ MBA ആണ്. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. അതെ, കൊറോണ ടൈമിലാണ് ആക്ച്വലി കുറേ കാര്യങ്ങൾ നമുക്ക് ഈ 3D പ്രിന്റിംഗ് വെച്ചിട്ട് പോട്ട്സ് മാത്രമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഷെറിക്കറിന്റെ ഫേസ് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഈ മ്യൂസിക് സിസ്റ്റം ഇതിന്റെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇതിന്റെ ഒരു പുറം മൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുക, എന്തെങ്കിലും കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട്, കാരണം കൊറോണ ടൈമിൽ ആൾക്കാർ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമായിരുന്നു, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ആൾക്കാർ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഡിമാൻഡ് വന്നത് നമ്മുടെ പോട്ട്സിനും പിന്നെ പെറ്റ്സിനുമാണ്. ഗാർഡനിങ് വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യണം, വേറെ ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പോട്ട്സ് ആയിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിക്കൂടാ, കുറച്ച് വെറൈറ്റി ആയിരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കിട്ടി. നമ്മൾ ആദ്യം ഒരു 10-30 എണ്ണം നമ്മൾ അടുത്തുള്ള ഷോപ്സിൽ കൊണ്ടുവച്ചു. അവിടെ നല്ല റെസ്പോൺസ് വന്നു. പിന്നെ നമ്മൾ സ്കെയിൽ ചെയ്ത് പതുക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. റോ മെറ്റീരിയൽ കിട്ടാൻ ഷോർട്ട് ഒന്നും വരാറില്ല, എപ്പോഴും അവൈലബിൾ ആണ്. എപ്പോഴും അവൈലബിൾ ആണ്. അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നു. ഇപ്പൊ AC-യുടെ ഒക്കെ നിന്ന് പോലെ ഈ ലാപ്ടോപ്പ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് തീർന്നു. പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രിന്റർ, മൗസ്, എന്തോ ആയിക്കോട്ടെ, ഈ വേസ്റ്റ് ആയിട്ടുള്ള എന്ത് സംഭവം നമുക്കത് ക്രഷ് ചെയ്ത് വീണ്ടും നമ്മൾ യൂസ് ചെയ്യണം ചെയ്യുന്നത്. ഭയങ്കര, കാരണം ഈ എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് കൂടുതൽ ജനങ്ങൾക്ക് താല്പര്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ഈ മെഷീനറി കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്? വന്നിട്ടുണ്ടല്ലേ? അതൊന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ, ബാക്കിയിലൊക്കെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ട്, പിന്നെ ലോക്കലായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടുതൽ നിങ്ങളെ കസ്റ്റമേഴ്സ് ഇന്ത്യക്കാണ്, ഇന്ത്യക്ക് പുറത്തേക്കാണ്? നോർത്ത് സൈഡിലോട്ടാണ് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത്. പിന്നെ എക്സ്പോർട്ടിംഗ് കാര്യങ്ങൾ, പിന്നെ നഴ്സറി അങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ട്. ചെറിയ വീട്ടമ്മമാർക്കാണെങ്കിലും ചെറുതായിട്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് അവർക്ക് പ്ലാൻസ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഈ പോട്ട് നിങ്ങൾ സപ്ലൈ ചെയ്യും. പോട്ട് നമ്മൾ കൊടുക്കും, അതിന് വേണ്ട ഗൈഡൻസ് എല്ലാം കൊടുക്കും. വേണമെങ്കിൽ ചെറിയ പ്ലാൻസ് ഒക്കെ അവർ മേടിച്ചിട്ട് അവർക്ക് തന്നെ വേണമെങ്കിൽ പെബിൾസ് ഒക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത്, കാരണം ആൾക്കാർക്ക് ഇപ്പോൾ പോട്ട് മാത്രമായിട്ടല്ല, അവർക്ക് ഫുള്ളായിട്ട് ഒരു സെറ്റായിട്ട് കിട്ടണം. അതായത് ഒരു പ്ലാന്റും പെബിൾസും എല്ലാം ഇട്ട് സെറ്റായിട്ട് കൊണ്ടുപോകാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അതിനകത്ത് മെനക്കെടാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ വന്നിട്ട് ആൾക്കാർ എടുക്കാറുണ്ടോ, എത്തിച്ചു കൊടുക്കാം? നമ്മള് എത്തിച്ചു കൊടുക്കാം. കൊറിയറാണ് കൂടുതൽ ചെയ്യുന്നത്, ബോക്സസിലാക്കി. കൊറിയർ ആകുമ്പോൾ പിന്നെ വലിയ വെയിറ്റും വരില്ല. അതെ, വെയിറ്റ് വരില്ല. പൊട്ടുന്ന ടൈപ്പാണ് ആക്ച്വലി, കാരണം റിമോട്ടൊക്കെ നമ്മൾ കണ്ടല്ലോ, നമ്മൾ പിള്ളേർ വലിച്ചെറിയാൻ നേരത്ത് പൊട്ടൂലോ, പ്ലാസ്റ്റിക് ആണ്. അപ്പൊ മാക്സിമം നമ്മൾ ബബിൾ റാപ്പ് ചെയ്ത്, നമ്മൾ ബബിൾ റാപ്സിൽ ഓരോന്നും ബബിൾ റാപ്പ് ചെയ്യും, ഓരോന്നും ബബിൾ റാപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും പൊട്ടിയാൽ തന്നെ നമുക്കത് കൊറിയർ ചാർജ് മാത്രം നിങ്ങളൊന്ന് തന്നാൽ മതി, ബാക്കി നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു കസ്റ്റമറിന് ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഈ ഒരു ഡിസൈനിൽ ചില കസ്റ്റമേഴ്സ് പറയും അവരുടെ വീടിന്റെ ഒരു കോൺട്രാസ്റ്റ് പോലെ അകത്തടിച്ചേക്കുന്ന പെയിന്റിനനുസരിച്ച് ചിലവർ പറയും ഇത് ബ്ലാക്ക് വേണമെന്ന് പറയും, ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ വൈറ്റ് ചെയ്ത് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമൈസബിൾ ആണ് കളേഴ്സ്. കുറെ പോട്ട് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ അവർ തീരുമാനിക്കും ഒരു കളർ, ഒരു ഡിസൈനിൽ ഒരു കളർ, അതിന്ന് വേറിട്ട് മാറില്ല. കുറച്ച് ഷൈനിങ് ഷൈനിങ് മെറ്റീരിയൽ. ഈ ഒരു ഫേസ് ഷേപ്പ് ഒക്കെ നല്ല ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ, ഇത് നമ്മൾ പോട്ടായിട്ട് വെക്കണമെന്നില്ല, ജസ്റ്റ് നമ്മളൊരു ഷോ കേസിൽ കൊണ്ടുപോയി സാധനം ഒരു സ്പോട്ട് ലൈറ്റ് ഇട്ട് വെച്ചാൽ തന്നെ നല്ല അട്രാക്ഷൻ ആണ്.
പിന്നെ ഏറ്റവും വലിയ വരുന്ന സൈസ് നമ്മുടെ 8 ഇഞ്ച് ഈ ഒരു സൈസാണ് ഏറ്റവും വലുത്. നല്ല വാവട്ടമുള്ള പീസാണ്. നമുക്ക് നല്ലൊരു പൈനൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. എല്ലാം നല്ല കോംപ്ലക്സ് ഡിസൈൻസ് ആണ് എല്ലാം ഉള്ളത്. നമുക്ക് 3D പ്രിന്റിംഗ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ചെറിയ പൊടി പിടിച്ചിരിക്കുക കേട്ടോ, പഴയതാണ് ഇതൊക്കെ. ഇതിൽ നിന്നൊക്കെ പരീക്ഷിച്ചാണ് ലാസ്റ്റ് ഇവിടം വരെ എത്തിയല്ലേ പ്രൊഡക്റ്റിലോട്ട് വന്നത്. ഇതൊക്കെ ഈ വേസ്റ്റ് തന്നെയാണോ? ഇത് PLA എന്ന് പറഞ്ഞ പറ്റിയില്ല, വേസ്റ്റ് അല്ല, PLA എന്ന് പറഞ്ഞ പറ്റിയില്ല. ചെറിയ ചെറിയ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഈ പെയിന്റ് എന്ത് പെയിന്റ് യൂസ് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് പെയിന്റ് എന്ന് പറയുമ്പോൾ കാറിനൊക്കെ അടിക്കുന്നു ആ പെയിന്റ് ആണല്ലേ? പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ചേട്ടൻ ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയ കയ്യിൽ. ഇത് വെയിറ്റ് ഉണ്ടല്ലോ. വെയിറ്റ് ഉണ്ട്, നല്ലോണം ഹോൾഡ് ചെയ്യും വെയിറ്റ്. ആൾക്കാർ എടുത്ത് നോക്കുമ്പോൾ തള്ളിപ്പോയി. അല്ല, ഈ മണ്ണിന്റെ കൂടെ വെയിറ്റ് ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ ഇത് കണ്ടില്ല, ഇതിപ്പോ ഗ്രിപ്പിംഗ് ടെക്നോളജിയാണ്. അതായത് നമ്മൾ ഈ പോട്ട് എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ലെയർ ബൈ ലെയർ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിടുത്തം വരുന്നുണ്ട്, ഒരു ഗ്രിപ്പ് വരുന്നുണ്ട് ഇതിന്. ഈ പുറമെ കാണുന്ന പോലെ തന്നെ അകത്ത് ഒരു ഗ്രിപ്പ് ഉണ്ട്. അപ്പോൾ മണ്ണ് നല്ലോണം ഹോൾഡ് ചെയ്യും സംഭവം. ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞേ. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മൂവാറ്റുപുഴയാണ്, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ പിറവം പോകുന്ന റൂട്ട്. അവിടെയാണ് നമ്മുടെ സംഭവം ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഓർഡർ എക്സ്പോർട്സും കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ താല്പര്യം നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ സ്കെയിലപ്പ് ആവാൻ നോക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നോക്കുന്നുണ്ട്. അടുത്ത് മനോരമയിൽ ഒരു ആർട്ടിക്കിൾ മനോരമയിൽ നമ്മൾ ഫീച്ചർ ആയിട്ടുണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരിലോട്ട് ഇത് എത്തുന്നുണ്ട്, ആൾക്കാർ നല്ലോണം ആക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്, റീസൈക്കിൾ പ്രോഡക്റ്റ് ആണ്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ പ്ലാസ്റ്റിക് നമ്മൾ അവൈലബിൾ ഉണ്ടോ, നാട്ടിൽ അവൈലബിൾ ഉണ്ടോ, വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്, ABS പ്ലാസ്റ്റിക്, അത് നമ്മൾ റീസൈക്കിൾ ചെയ്ത് ഒരു ആൾക്കാർക്ക് യൂസ്ഫുൾ വേറൊരു സാധനമാക്കി മാറ്റുന്നു. ചെടി അല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ? നമുക്കിപ്പോൾ അതില്ല. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാനിംഗ് ഉണ്ട്. പ്രോജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഡിസൈൻസ് തന്നെ സെറാമിക്കിൽ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അത് സ്റ്റാർട്ട് ആവും പ്രോജക്റ്റ്. വിത്തിൻ 2 to 3 monthസിനുള്ള ആ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ, ട്രയലൊക്കെ നടത്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മാർക്കറ്റിലോട്ട് ഇറക്കും. അപ്പോൾ നിങ്ങളെ വാട്സ്ആപ്പ് നമ്പറും ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേക്ക്. വെബ്സൈറ്റ് ഇല്ല, ഇൻ കൺസ്ട്രക്ഷൻ ആണ്. വിത്തിൻ ഒരു നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും ആവും. ഓക്കെ, എങ്ങനെ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്ന നമ്പർ? നമ്പർ എന്ന് പറഞ്ഞാൽ 9633357247. അപ്പൊ എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം അല്ലേ? ഇന്ത്യ ആയാലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റബിൾ ഡിസ്കൗണ്ടിൽ കൊടുക്കണം. കാരണം ഈ വക സാധനങ്ങൾ ഇപ്പോൾ ആൾക്കാർക്ക് വലിയൊരു ട്രെൻഡാണ്. പ്രത്യേകിച്ച് ആ കോവിഡ് സമയം മുതൽ ഇങ്ങോട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടി ഒരുപാട് ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു നല്ല പ്രൊഡക്റ്റ് ആണ് ഞാൻ ഇത്ര ദൂരം ഇവിടെ വന്നത്. എന്തോരം പരിപാടികൾ, ഒരു ഇന്നോവേറ്റീവ് ഐഡിയാസ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞാൽ കൈ തൊടാതെ ഫുള്ളായിട്ട് കമ്പ്യൂട്ടർ ചെയ്യുന്ന ചെടിച്ചട്ടികളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലേ? അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.